കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും വിനീഷ് ചാടിപ്പോയതിൽ ആശങ്കയുണ്ടെന്ന കൊല്ലപ്പെട്ട ദൃശ്യയുടെ അമ്മ ദീപ. ക്രിമിനൽ ബുദ്ധിയുള്ള വിനീഷ് മാനസിക രോഗമുണ്ടെന്ന് അഭിനയിക്കുകയാണ്. പുറത്തിറങ്ങാനും കുട്ടിയെ കോളേജിൽ വിടാനും ഭയമുണ്ടെന്നും അമ്മ പറഞ്ഞു. ദൃശ്യക്കൊലക്കേസ് പ്രതിയായ വിനീഷ് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ബാത്റൂമിന്റെ ഭിത്തി തുറന്നാണ് രക്ഷപ്പെട്ടത്. ഭയപ്പാടുണ്ട്, എനിക്ക് നല്ല ഭയപ്പാടുണ്ട്. കാരണം അവനൊരു പക്ക ക്രിമിനലാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സാധാരണ ഒരു മനുഷ്യൻ്റെ നല്ല ക്രിമിനൽ ബുദ്ധിയുള്ളവരാണ്, നല്ല ബുദ്ധിയുണ്ട് അവന്. അപ്പോൾ അവന് ആ ബുദ്ധിയും വെച്ചിട്ട് അവൻ എന്തൊക്കെ ചെയ്യുന്നുള്ളത് എനിക്ക് നല്ല പേടിയുണ്ട്. ഇത്രയും അക്രമം ചെയ്ത അവന് പിന്നെ ഇത്രയും വലിയ പ്രൊട്ടക്ഷനൊക്കെ പറഞ്ഞിട്ട് അതിന്ന് അവരെ കണ്ണുവെട്ടിച്ച് ചാടുന്ന അവൻ എന്നെപ്പോലെ ഒരു സ്ത്രീനെ പറ്റിക്കാനും അല്ലെങ്കിൽ എന്നെപ്പോലെ ഒരാളെ ആക്രമിക്കാനാണോ പണി ഉണ്ടാവുക? സാധാരണ ഇങ്ങനെ കേസിൽ പെടുന്ന പോലെയല്ല ഇവൻ. ശരിക്കൊരു ക്രിമിനൽ പറഞ്ഞാൽ നല്ല ബുദ്ധിയുള്ള ക്രിമിനൽ തന്നെ. അവനറിയാം എങ്ങനെ എന്തൊക്കെ ചെയ്യണമെന്ന്. VS രഞ്ജിത്ത് വിവരങ്ങളുമായി. രഞ്ജിത്ത്, ഭയത്തോടു കൂടിയാണ് അവർ പ്രതികരിക്കുന്നത്. ഇയാൾ എങ്ങനെയാണ് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിയത്? സ്മൃതി, ഈ പ്രതി കണ്ണൂർ സെൻട്രൽ ജയിലിലായിരുന്നു. 2 ആഴ്ച മുമ്പാണ് ഈ പ്രതിയെ കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ഫോറൻസിക് വാർഡിൽ എത്തിക്കുന്നത്. മാനസിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് പ്രതിയെ ഇങ്ങോട്ട് കൊണ്ടുവരികയായിരുന്നു. ശൗചാലയത്തിന്റെ ചുമർ തുരന്നാണ് പ്രതി ഇന്നലെ രാത്രി 11 മണിയോടുകൂടി രക്ഷപ്പെടുന്നത്. പോലീസ് വ്യാപകമായ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇത് 2ാം തവണയാണ് പ്രതി കുതിരവട്ടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്. 2 ആഴ്ച മുമ്പാണ് വിനീഷിനെ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം 9 മണിവരെ പ്രതി മുറിയിലുണ്ടായിരുന്നുവെന്നാണ് വിവരം. ആ സമയത്ത് പ്രതിക്ക് മരുന്ന് നൽകുന്നതിന് വേണ്ടി അവിടുത്തെ അറ്റൻഡർമാർ എത്തിയിരുന്നു. പക്ഷേ 11 മണിയോടുകൂടി വീണ്ടും മരുന്ന് കൊടുക്കാൻ വേണ്ടി എത്തിയപ്പോൾ ഈ വിനീഷിനെ വിളിച്ചു നോക്കി. വിനീഷ് വിളി കേട്ടില്ല. മറ്റു വാർഡുകളിൽ മരുന്ന് കൊടുത്ത ശേഷം വീണ്ടും എത്തി വിനീഷിനെ വിളിച്ചു. വിനീഷ് വിളി കേൾക്കാത്തതിനെ തുടർന്നാണ് അറ്റൻഡർമാർ ഉള്ളിൽ കയറി പരിശോധിക്കുന്നത്. അപ്പോഴാണ് ഈ ശുചിമുറിയുടെ ചുമര് തുരന്ന് പ്രതി രക്ഷപ്പെട്ട വിവരം അറിയുന്നത്. അതിനെ തുടർന്ന് പോലീസിനെ അറിയിച്ചു. പോലീസ് വ്യാപകമായി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2021 പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെരിന്തൽമണ്ണ സ്വദേശിനിയായ ദൃശ്യയെ വിനീഷ് കുത്തിക്കൊലപ്പെടുത്തിയത്. ദൃശ്യയുടെ പിതാവിന്റെ വ്യാപാര സ്ഥാപനത്തിന് തീയിട്ട ശേഷമാണ് വീട്ടിൽ അതിക്രമിച്ച് കയറി പ്രതി പെൺകുട്ടിയെ കുത്തി വീഴ്ത്തിയത്. റിമാൻഡിലായ വിനീഷ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു. ഇതിനിടെ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് 2022 വിനീഷിനെ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചിരുന്നു. തുടർന്ന് വീണ്ടും ആ സമയത്ത് ആദ്യം 2022 ഒരു തവണ പ്രതി ചാടിപ്പോയിട്ടുണ്ട്. പിന്നീട് വീണ്ടും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഡിസംബർ 10-ാം തീയതിയാണ് വിനീഷിനെ വീണ്ടും കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കുന്നത്. അന്ന് ചാടിപ്പോയ ഒരാളാണെങ്കിൽ കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തേണ്ടതാണ്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് വേണ്ടി മനസ്സിലാക്കാൻ. മാത്രമല്ല, ഈ മാനസിക പ്രശ്നമുണ്ടെന്ന് അഭിനയിച്ച് ഇയാൾ എത്തിയതായിരിക്കുമോ? മാനസിക പ്രശ്നമുണ്ട് അഭിനയിച്ച അവരുടെ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഡോക്ടർമാർ പരിശോധിച്ച ശേഷമാണ് ഫോറൻസിക് വാർഡിലേക്ക് കുതിരവട്ടത്തേക്ക് മാറ്റണം എന്ന് നിർദ്ദേശിക്കുന്നത്. ഈ പ്രതി നേരത്തെ ആത്മഹത്യ ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ട്. കൊതുകുതിരി കഴിച്ച് ജീവനെടുക്കാൻ ശ്രമിച്ച സംഭവം ഈ പ്രതിയെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോഴും ഈ പ്രതിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ ദൃശ്യ കൊലക്കേസിലെ പ്രതിയാണ്. ദൃശ്യയുടെ മാതാവാണ്, അമ്മയാണ് നമ്മോട് പ്രതികരിച്ചത്. പ്രതിയെ ഭയക്കേണ്ടിയിരിക്കുന്നു. അക്രമവാസനയുള്ള പ്രതിയാണ്. എന്തും ചെയ്യാൻ മടിക്കില്ല. അവർക്ക് സുരക്ഷാ പ്രശ്നമുണ്ട് എന്ന ഈ ദൃശ്യയുടെ അമ്മ നമ്മോട് സംസാരിച്ചത്. ഒരു ആശങ്കയോട് കൂടിയാണ് അവർ പ്രതികരിച്ചത്. എന്തായാലും VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്.